ഇസ്രായേലിൻ്റെ ലേസർ ബീം, അതായത് അയൺ ബീം, അതിനെപ്പറ്റി നിങ്ങൾക്ക് വാർത്ത വായിച്ചു കാണും. ഇപ്പം കഴിഞ്ഞ 14 വർഷം കൊണ്ട് അവർ നടത്തുന്ന ഒരു ട്രയലും എക്സ്പെരിമെൻറ്റും ഇന്നോവേഷനുമാണ് അവസാനം സക്സസ്ഫുൾ ആയത്. അതിൻ്റെ പല റിവ്യൂസും ഒക്കെ ഡിഫൻസ് വീക്കിലികളിലും പത്രങ്ങളിലും ഒക്കെ വരാൻ തുടങ്ങി. അപ്പം ഇത് പറയുന്നതിന് മുമ്പ് ഇത് ഡെവലപ്പ് ചെയ്ത റഫാൽ എന്ന് പറയുന്നത് ബേസിക്കലി ഫ്രഞ്ച് കമ്പനി, അത് ഡസോൾട്ട്, അവരുടെ ഒരു പ്രോഡക്റ്റാണ് റഫാൽ. ഇത് റഫാൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇസ്രായേലി ബേസ്ഡ് കമ്പനിയാണ്. അവർക്ക് ഡൽഹിയിൽ വലിയൊരു ഓഫീസുണ്ട്. ഇന്ത്യയുമായിട്ട് കഴിഞ്ഞ 17 വർഷമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട്, ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് മാനുഫാക്ചറിങ് ഉണ്ട്, ടൈപ്പ് ഉണ്ട്. നാച്ചുറലി അത് ഇന്ത്യയിലും വരാനുള്ള സാധ്യത കൂടുതൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേസറാണ് ഈ സംഭവം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ പറയുമ്പോൾ ചൈനയുടെ ലേസറിൻ്റെ സംഭവം അവർ മിലിറ്ററി പരേഡിൽ കാണിച്ചു. അത് ലോകം മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് ഈ സംഭവം. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ഇത് ഡെവലപ്പ് ചെയ്ത് ട്രയൽ ബേസിസിൽ കൊടുത്തിരിക്കുകയായിരുന്നു പലയിടത്തും. അറിയാൻ സാധിച്ചത് അത് ഇസ്രായേൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇറാനിൽ നിന്നും ഒരു ജോയിൻ്റ് വെഞ്ചർ ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, അവിടെ ഒരു റിസർവോയർ, വലിയ അണക്കെട്ടും പവർ പ്രോജക്റ്റൊക്കെ പണിയാൻ വേണ്ടി അതിൻ്റെ ഇനാഗ്രേഷന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ 4ഓളം ചോപ്പേഴ്സ് ഉണ്ടായിരുന്നു, ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. അയാളുടെ ചോപ്പർ മാത്രം പ്രിസൈസായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അടിച്ചിട്ടു. അപ്പം അന്ന് അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് ലേസർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. പ്രിസൈസായിട്ട് അയാളുടെ മാത്രം ചോപ്പർ അടിച്ചിട്ടു, ബാക്കിയുള്ളതിന് പ്രശ്നമൊന്നുമില്ല, ബാക്കിയുള്ള ഫ്ലൈ ചെയ്തു. അതായത് അവർ എക്സ്പെരിമെൻ്റ് അവിടെ പലയിടത്തും സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സംഭവം ഇതിനെപ്പറ്റി പറയുന്നത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ വേവ്സ് അങ്ങ് പോവുകയാണ്. ഒരു രാജ്യവുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ആ വേവ്സ് പോയിട്ട് അത് ക്യാപ്ചർ ചെയ്യുകയാണ്. ഈ പോകുന്ന മിസൈലാണെങ്കിലും എയർക്രാഫ്റ്റ്, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, അത് മുഴുവനും തിരിച്ച് കമാൻഡ് സെൻറ്ററിലോട്ട് ഇത് കൊടുക്കുകയാണ്. അതായത് പ്രകാശത്തിൻ്റെ സ്പീഡിലാണ് ഇത് പോകുന്നത്. അത്ര ഫാസ്റ്റായിട്ടാണ് ഇത് പോയിട്ടാണ് ഇത് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് കമാൻഡ് സെൻറ്ററിൽ. കമാൻഡ് സെൻറ്ററിൽ നിന്ന് ഉദ്ദേശിക്കുകയാണ് എന്ത് ചെയ്യണം. അതായത് ഇത് പറന്നങ്ങോട്ട് പൊങ്ങുന്ന ഒരു 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് ക്യാപ്ചർ ചെയ്യുവാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം. അത് ഇത്ര കിലോമീറ്റർ എന്നുള്ളതല്ല, എത്ര കിലോമീറ്റർ വരെ, ഏകദേശം 5000 കിലോമീറ്റർ വരെ ദൂരത്ത് ഇത് പോകാൻ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. അല്ലാതെ ഇത്ര കിലോമീറ്റർ, കാരണം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഇത് ലേസർ ആയതുകൊണ്ട് ഇത്ര കിലോമീറ്റർ അവരത് വീണ്ടും എക്സ്പെരിമെൻ്റ് നടത്തി ഇത്ര കിലോമീറ്റർ ആക്കിയെടുത്തു. അപ്പം അങ്ങനെയാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി, അതായത് ഇസ്രായേൽ, ഇത് ഡെവലപ്പ് ചെയ്തത്. അതോടുകൂടി ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാവുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇനിയും വരാൻ പോകുന്ന ലോകത്ത്, അതായത് നമ്മളിപ്പോൾ പറയുമ്പം ഇന്ത്യ ഗവൺമെൻറ് സുദർശൻ ചക്ര എയർ ഡിഫൻസ് സിസ്റ്റം, ഇത് ബേസിക്കലി ഇപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഹിസ്റ്ററി എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. DRDOയുടെ പഴയ ഡയറക്ടറായിരുന്ന സരസ്വത്, വിവേക് സരസ്വത്, അദ്ദേഹം ഇത് 30 വർഷം മുമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത പ്രപ്പോസലാണ്, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി. അന്നും അദ്ദേഹം പറഞ്ഞ് ഇത് DRDO കൊണ്ട് ഉണ്ടാക്കരുത്, ഇത് DRDO സൂപ്പർവൈസ് ചെയ്ത് പ്രൈവറ്റ് കമ്പനികളെ കൊണ്ടുണ്ടാക്കണം. അതവിടെ പൊടി തട്ടി അവിടെ കിടക്കുമായിരുന്നു. അത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇത് വീണ്ടും പൊടി തട്ടിയെടുത്ത് ഇത് സുദർശൻ ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ എടുത്തൊക്കെ ചാടി. ഇതൊക്കെ മനസ്സിലാക്കിയിടത്തൊക്കെ ഓൾഡ് സിസ്റ്റമാണ് ഇതൊക്കെ. ഈ ലേസറിൻ്റെ സമയത്തൊക്കെ
ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഈ പഴയ പോലെ ഈ സാറ്റലൈറ്റ് ഇമേജ് വരുന്നു, പിന്നെ അത് ഇത് ചെയ്യുന്നു ഓട്ടോമാറ്റിക്, ഇതൊക്കെ പോയ സംഭവമാണ്. അത് പലയിടത്തും ഉപയോഗിക്കും. അമേരിക്കയുടെ താടുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേൽ ഡെവലപ്പ് ചെയ്ത ആരോ സിസ്റ്റം ഇസ്രായേൽ അമേരിക്ക ഡെവലപ്പ് ചെയ്തു ജോയിൻ്റ് ആയിട്ട്. പിന്നെ അതിനു മുമ്പുള്ള പാട്രിയോട്ട് 1 ഉണ്ട്, പാട്രിയോട്ട് 2 ഉണ്ട്. ഈ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയുടെ ഒരു ആകാശ്, എനിക്കൊന്ന് ആകാശ് എന്ന് പറയുന്ന സിസ്റ്റം എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഈ ഫാർ ബെറ്റർ ദാൻ റഷ്യൻ സിസ്റ്റമാണ്. കാരണം അത് ശരിക്കും പെർഫോം ചെയ്തു കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. എൻ്റെ ഒരു കാൽക്കുലേഷനാണ്, ഞാൻ കുറച്ച് ഡേറ്റ വെച്ചിട്ടാണത് പറയുന്നത്. കാരണം ആകാശ് ഈസ് ഡൂയിങ് വെൽ, ഫാർ ബെറ്റർ ദാൻ ഈ റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റത്തെക്കാളും ചെയ്തു. കാരണം ഇതിന് മേലെ ചാർജ് കുറവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില ഭയങ്കരമാണ്. അപ്പം അതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ ആൻറ്റി എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി മിസൈൽ അങ്ങനെയുള്ള സിസ്റ്റം, അതായത് ഓരോ മിസൈൽസിന് ഏകദേശം 25 മുതൽ 30 ലക്ഷം രൂപ ഇന്ത്യൻ കറൻസി വരികയെ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. ഏകദേശം 25,000 മുതൽ 35,000 ഒരെണ്ണത്തിൻ്റെ വില. ഞാൻ പറഞ്ഞ ഒരു മിസൈലിൻ്റെ വില. അപ്പം അവിടുന്ന് ഈ വരുന്ന ഡ്രോൺസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 1 lakh, ചിലതൊക്കെ ഹൈ ക്വാളിറ്റി ഉള്ളതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന $1 ലക്ഷം മുകളിലോട്ട് പോവുകയാണ്. അപ്പം അവിടുന്ന് ഈ വരുന്ന ഈ പ്രൊജക്ടൈൽസ് ആണെങ്കിലും ഡ്രോൺസ് ആണ് ഇങ്ങനെ സാധനത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ഏറ്റവും ചീപ്പാണ്. ഒരു $2,000-3,000 മാത്രമേ ഉള്ളൂ ടർക്കി ഉണ്ടാക്കുന്ന ആ ഡ്രോണിൻ്റെ അവരുടെ ബേസ് വേർഷനും സെക്കൻഡ് വേർഷനും. അവരുടെ ഹൈ എൻഡ് വേർഷന് വില കൂടുതലാണ്. അത് ഏകദേശം $10,000, $15,000, $20,000 വരും. അപ്പം അതിനെ അടിച്ചിടാൻ ഉപയോഗിക്കുന്നത് ഏകദേശം 2-3 കോടി വിലയുള്ള ഒരു മിസൈല്. ഞാനീ പറയുമ്പോൾ ആ കാൽക്കുലേഷൻ മനസ്സിലാകുന്നത് ഹ്യൂജായിട്ട് ഫിനാൻഷ്യൽ ലൈബിലിറ്റി ഉണ്ടാകും. അതിഭയങ്കരമായ പണമാണ് പോകുന്നത്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് മുഴുവനും അത് മാറി. ഇത് പറയുന്നത് $15-20 കൊണ്ട് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യും. കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് അടിച്ചു കൊടുത്താൽ മതി. അത്രമാത്രം ചീപ്പായി വരികയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിലെ വാർഫെയറിൻ്റെ തിയറി മുഴുവനും മാറി. അത് ഇസ്രായേൽ ഇറാൻ വാറിലാണത് കാണിച്ചു കൊടുത്തത്. തിയറി മുഴുവനും മാറി. അപ്പോൾ ആ തിയറി മാറിയതിൻ്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്ന ഇസ്രായേലാണ്. ഉറപ്പായിട്ടും അമേരിക്കൻ സപ്പോർട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, അമേരിക്കൻ സപ്പോർട്ട് ഇല്ലാതെ ഇസ്രായേൽ കമ്പനി ഈ സാധനമൊന്നും ഇന്ത്യയിൽ തരത്തില്ല. അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. കാരണം അമേരിക്കയുടെ ഏറ്റവും ട്രസ്റ്റഡ് അലയൻസ് പാർട്ട്ണറാണ് ഇസ്രായേൽ. ഇതൊക്കെ അമേരിക്കയിലും, കാരണം അമേരിക്ക ഇസ്രായേലോട്ട് പലതും ജോയിൻറ്റ് വെഞ്ചർ പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ഈ ഉപയോഗിച്ചുള്ള പല പ്രോജക്റ്റുകളുടെയും അമേരിക്കയുമായിട്ട് ജോയിൻ്റായിട്ടാണ് ഇസ്രായേൽ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അമേരിക്കയുടെ പെർമിഷനോടുകൂടിയാണത് ഇന്ത്യയിൽ തരുന്നത്. അല്ലാതെ അങ്ങനെ ധരിക്കരുതായി എല്ലാ സാധനവും ഇസ്രായേലിൽ കിട്ടിയില്ല, അങ്ങനെയൊന്നും തരുതൊന്നുമില്ല. കാരണം ഇസ്രായേലിലെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു പെറ്റെന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതുകൊണ്ടാണ് F-35 സോഴ്സ് കോഡ് ഉൾപ്പെടെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ F-16 ഉണ്ട്, F-35 ഉണ്ട്. ഇതൊക്കെ ഇസ്രായേൽ വാങ്ങിയ ശേഷം അവരിതിൻ്റെ സോഴ്സ് കോഡ് ഉപയോഗിച്ച് ഇത് അവർക്ക് അനുയോജ്യമായ രീതിയിൽ കൂടുതൽ സ്റ്റെൽത്ത് പവർ വരുത്തും. അതാണ് ഇറാനിൽ കണ്ടത്. ഉറപ്പായിട്ടും അമേരിക്കൻ ഏവിയേഷനിലും ഈ വാർഫെയറിലും ഒക്കെ അവർ ഞെട്ടിയിരിക്കുകയാണ് ദ വേ ദേ പെർഫോംഡ് ഇൻ ഇറാൻ. കാരണം അവരുദ്ദേശിച്ചത് ഇത്രയും പോലും ഇത് പെർഫോം ചെയ്യുമെന്ന്. അതേപോലെ തന്നെ എങ്ങനെയാണത് ഹൂത്തികൾക്കെതിരെ പ്രയോഗിച്ചത്, അതും അവർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കാരണം അത് മാൻ ബിഹൈൻഡ് ദ മിഷനാണ് അതിൻ്റെ കാരണം. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിളായിട്ട് പല റോളുകളും നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ട സംഭവമുണ്ട്. ഈ കാർഗിൽ വാറ് കഴിയുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് വാജ്പേയി ഗവൺമെൻറ് സുബ്രഹ്മണ്യം കമ്മിറ്റിയെ വെച്ചിരുന്നു. അതൊരു വലിയ ഡിഫൻസ് എക്സ്പേർട്ടായിരുന്നു. അപ്പം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഇന്ത്യയുടെ വലിയൊരു ശതമാനം ഡിഫൻസിൻ്റെ പ്രോഡക്റ്റുകൾ അപ്ഗ്രേഡ് ചെയ്യുക.
അപ്പം അത് പറഞ്ഞ 2000-ലെ കാര്യമാണ് പറയുന്നത്. അതിനൊക്കെ ശേഷം എത്രയോ മാറി. അപ്പോൾ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രധാനമന്ത്രി മോദി വന്ന ശേഷം മുൻ എയർ ചീഫ് മാർഷൽ ടിപ്പനീസ്, അദ്ദേഹം വലിയൊരു ഓപ്പറേഷൻ്റെ ആളാണ്. ഒരു അതിമിടുക്കനായ ഒരു വ്യക്തിയായിരുന്നു ടിപ്പനീസ്. അപ്പം അയാളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിലെ 2 എക്സ്പേർട്ടുകൾ എന്ന് പറയുന്ന ഈ റഫേൽ, അതായത് ഇസ്രായേലി കമ്പനികളുടെ ആളുകളുണ്ടായിരുന്നു ആ കമ്മിറ്റിക്കകത്ത്. കാരണം അവരുടെ റെക്കമെൻഡേഷൻ മേടിച്ചു. അപ്പോൾ അവരെല്ലാം കൂടെ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റവും നമ്മുടെ എക്യുപ്മെൻസും നമ്മുടെ ഏവിയോണും നമ്മുടെ എയർക്രാഫ്റ്റ് ഇതെല്ലാം കൂടെ ഇത് വാല്യുവേഷൻ ചെയ്തിട്ട് പറഞ്ഞു, നമുക്ക് ഒരു പുതിയ ലോകത്തിൻ്റെ വാർഫെയറിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, എല്ലാം അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചില എക്യുപ്മെൻറ്റ്സ് അപ്ഗ്രേഡ് ചെയ്യണം, മറ്റുള്ള എക്യുപ്മെൻറ്റ്സ് അത് മാറ്റണമെന്ന് പറഞ്ഞു. അവർ വളരെ ഓണസ്റ്റായിട്ട് ഒപ്പീനിയൻ കൊടുത്ത്. അപ്പം അതിൻ്റെ പേരിലാണ് പ്രധാനമന്ത്രി മോദി പെട്ടെന്ന് റഫേൽ വാങ്ങുന്നു, മറ്റുള്ള സംഭവങ്ങളൊക്കെ പോകുന്നത്. ഇതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ സമയത്താണ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് പോയത്. എൻ്റെ ഒരു അസസ്മെൻ്റ്, നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇസ്രായേലിൻ്റെ സഹായം കിട്ടിയിരുന്നുവെങ്കിൽ, കാരണം അവരവിടെ എൻഗേജ്ഡ് ആയിരുന്നു, ഈ മറ്റേ ഹമാസുമായിട്ടും ഇറാനുമായിട്ടൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. ഇസ്രായേലിൻ്റെ സഹായം നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, അതായത് ഈ സാറ്റലൈറ്റിൻ്റെയും മറ്റുള്ള പല പരിപാടികളും, സ്ട്രാറ്റജി എല്ലാം നോക്കാൻ വേണ്ടി, വാറിൻ്റെ റിസൾട്ട് ഇങ്ങനെയൊന്നും പോകില്ല. ഉറപ്പായിട്ടും നമ്മൾ അഡ്വാൻസ് സ്റ്റേജിലോട്ടങ്ങ് പോകും. അത് കാരണം അവരൊരു കാരണവശാലും സമ്മതിക്കത്തില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്ത അന്നത്തെ ഒരു തീരുമാനമുണ്ട്, കാരണം ബ്ലണ്ടർ തീരുമാനം. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിലോട്ട് കയറിയ ശേഷം അവിടെയുള്ള അവരുടെ ഡിഫൻസ് സിസ്റ്റം, ആൻറ്റി എയർക്രാഫ്റ്റ് സിസ്റ്റവും അതിനെ ടച്ച് ചെയ്യരുത്. അപ്പുറത്തെ എയർക്രാഫ്റ്റ് വന്നാലും ഒന്നും ചെയ്യത്താണ് ഈ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് പറഞ്ഞ് അത് ബ്ലണ്ടർ ആയിക്കോന്ന് എല്ലാവരും സമ്മതിക്കുന്നു. പക്ഷെ കാരണം ഒരു കാരണവശാലും ഇസ്രായേലി എക്സ്പേർട്ടുകൾ ഉണ്ടെങ്കിൽ അവരൊരു കാരണവശാലും സമ്മതിക്കത്തില്ല. അവർ പറയും അവരുടെ എയർക്രാഫ്റ്റ് കൗണ്ടറായിട്ട് വന്നാൽ ഫയർ ചെയ്യാൻ പറയും. ആരാദ്യം ഫയർ ചെയ്ത് നമ്മൾ വിജയിക്കും. ഇതാണ് ഞാൻ ആദ്യം മുതൽ വീഡിയോയിൽ പറയുന്നത്. ഈ പൊളിറ്റിക്കൽ തീരുമാനം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അത് ക്രൂഷ്യലായതിൻ്റെ പേരിലാണ് നമുക്ക് സെൻഡ് ബാക്ക് ഉണ്ടാകുന്നത്. എപ്പോഴും നമ്മളിപ്പോൾ അടിക്കാൻ ഒരിടത്ത് പോകുമ്പോൾ അവൻ ഏതൊക്കെ എക്യുപ്മെൻസും ഏതൊക്കെ അവൻ്റെ ഡിഫൻസ് സിസ്റ്റം, അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അവൻ്റെ എയർക്രാഫ്റ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ടത് അറ്റാക്ക് ചെയ്യുക, അതിനകത്ത് മാറ്റമൊന്നും വരുത്തരുത്. അവിടെയാണ് ഇസ്രായേൽ എപ്പോഴും വിജയിച്ചിരിക്കുന്നത്. അതായത് എനിമിയെ കണ്ടു കഴിഞ്ഞാൽ അവനെ തകർക്കുക, അതിനകത്ത് പിന്നെ അവിടെ വെച്ച് എയറിൽ വെച്ചുള്ള ഡിപ്ലോമസി ഒന്നുമില്ല. ഇതാണ് ഞാൻ ഫെയിലിയർ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതായത് പൊളിറ്റിക്കൽ ഡിസിഷൻ. ഇന്ത്യൻ എയർഫോഴ്സിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് അവരുടെ ടെറൈനിൽ പോയിട്ട് അവൻ്റെ എയർക്രാഫ്റ്റ് ഒരു 3 മിനിറ്റുള്ള എയർബോൺ ചെയ്തു? എന്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോയ എയർക്രാഫ്റ്റുകൾക്ക് ഡയറക്ഷൻ കൊടുത്തില്ല? അവൻ പൊങ്ങിയാൽ അടിക്കണം, നമ്മളടിച്ചില്ല അവൻ അടിക്കും. ആദ്യം ആരാണ് ഹിറ്റ് ചെയ്യുന്നത് അവൻ വിജയിക്കും. ഇതാണ് വാറിൻ്റെ തിയറി, ഇതാണ് ഡോഗ് ഫൈറ്റിൻ്റെ തിയറി. ഞാനീ പറയുന്നത് മോശപ്പെടുത്താൻ വേണ്ടിയല്ല. അപ്പം ഇതിങ്ങനെയുള്ള ഫെയിലർ ഒന്നും പറയാം ഈ ഇസ്രായേലി എക്സ്പേർട്ടുകൾ ഇന്ത്യക്ക് ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവർ സമ്മതിക്കത്തില്ല. കാരണം അവർ പറയാൻ അങ്ങോട്ട് ഫ്ലൈ ചെയ്യുവാണെങ്കിൽ അവിടെ പോകുന്ന അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെ അടിക്കാൻ പറയും, എന്നിട്ടേ തിരിച്ചു വരാവൂ. കാരണം അല്ലെങ്കിൽ ഇത് കയറി അടിച്ചാൽ എന്ത് ചെയ്യും? അതുമല്ല ഇന്ത്യ ആ സന്ദർഭത്തിൽ അവരൊരു കാരണവശാലും സമ്മതിക്കത്തില്ല അത് പാകിസ്ഥാനോട് പറഞ്ഞിട്ട് പോകാൻ. അതും വിലക്കും അവർ. കാരണം ഇതൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്, വാറിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. അല്ലാതെ അടിക്കാൻ പോകുന്ന ശത്രുവിനോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? ഞാനിത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയാമല്ല. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഡിസിഷനെയാണ് ഞാനിവിടെ കൃത്യമായിട്ട് വിമർശിക്കുന്നത്. നമ്മുടെ പട്ടാളക്കാരെ, നമ്മുടെ സൈന്യത്തെ, എയർഫോഴ്സിനെ ഒന്നുമല്ല. അതേപോലെ ചൈനയെ നമ്മൾ അസസ് ചെയ്യാൻ പറ്റിയ അതൊക്കെ ഇസ്രായേൽ കൃത്യമായിട്ട് അസസ് ചെയ്ത് കൈ കൊടുക്കും. അവർക്ക് ഏതൊക്കെ വെപ്പൺസ് ഉണ്ട്, അവരുടെ സംഭവങ്ങളുണ്ട്, അവരുടെ
മിസൈൽസിൻ്റെ എത്ര റേഞ്ച് ഉണ്ട്, അവർക്ക് ഇന്ത്യൻ ടെറിട്ടറി വരാതെ എങ്ങനെ ഫയർ ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അസസ് ചെയ്ത് കൈ കൊടുക്കും. നമുക്ക് കേപ്പബിലിറ്റി ഉണ്ട്, ഇപ്പം പോകണോ പോകണ്ടായോ. ഇങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റും വാറും ഒക്കെ ഉണ്ടായി അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ ഡിസിഷൻ ആണെങ്കിലും നമ്മുടെ ഇൻ്റലിജൻസും, ഞാൻ പറയുന്ന ഇൻ്റലിജൻസ് ഫെയിലിയർ. അതാണ് ഈ ഫാൽഗാവ് എന്ന് പറയുന്നത്. അതിനുശേഷം പാകിസ്ഥാനിലെ ചൈനീസ് എക്യുപ്മെൻറ്റ്സ്, അതേപോലെ എങ്ങനെയായിരിക്കും ടർക്കിയുടെ ഡ്രോൺസ് ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ അറ്റാക്ക് ചെയ്യുക, അതിനകത്തും ഫെയിലിയർ ആയിപ്പോയി. അതായത് മൾട്ടിപ്പിൾ ഫെയിലിയർ എന്ന് തന്നെയാണ് ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഫർദർ ഇനി എങ്ങനെ പോകും. കാരണം ഈ പറയുന്ന സുദർശൻ ചക്രയും കുടച്ചക്രവും ഒന്നും അല്ല ഇന്നത്തെ കാലത്തെ വാർ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ്. അപ്പം ആ രീതിയിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ MiG-21 കൊണ്ട് ചൈനീസ് J-10 ചൈനീസ് 37 സാധനത്തൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു പോയിക്കുവാണ്. കാരണം ആ രീതിയിലോട്ട് അവൻ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇസ്രായേൽ ഇവരുടെ വെപ്പൺസ് ഇന്ത്യക്ക് കൊടുക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അത് വന്നു കഴിഞ്ഞ് നമ്മുടെ ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ നിന്ന് മാറി നമുക്ക് ചൈനയെ പോലും പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വെല്ലുവിളിക്കാം. കാരണം ഈ എക്യുപ്മെൻസിനെ പറ്റി വായിച്ചപ്പോഴാണ് അയൺ ബീൽ പിടികിട്ടിയത്. നമുക്ക് ചൈനയോട് തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. അത്ര കൃത്യമാണ്, ചാർജ് കുറവാണ്, ഇതിൻ്റെ ഓപ്പറേഷണൽ വളരെ സിമ്പിളാണ്. ഏതായാലും ഇത് ഇസ്രായേൽ ഉണ്ടാക്കിയത് മാത്രമല്ല, അത് ഇന്ത്യക്കും കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ നടക്കട്ടെ.